മന്ത്രിമാർ ആരൊക്കെയെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അതിരാവിലെ ഗുരുവായൂരിൽ നിർമ്മാല്യം തൊഴുതു മടങ്ങുകയായിരുന്നു രമേശ് ചെന്നിത്തല. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിന്റെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്നു. 45 ബെയറിംഗുകളിൽ 15 എണ്ണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,516 പേർക്ക് ഫുൾ A+. 2105 സ്കൂളുകൾക്ക് 100% വിജയം നേടി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മന്ത്രിമാർ ആരൊക്കെയെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അതിരാവിലെ ഗുരുവായൂരിൽ നിർമ്മാല്യം തൊഴുതു മടങ്ങുകയായിരുന്നു രമേശ് ചെന്നിത്തല. മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും VD സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നെന്നും രമേശ് ചെന്നിത്തല. ഗുരുവായൂരിൽ പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. VD സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുമുന്നണി ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നും ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരണമെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ക്യാബിനറ്റിൽ ആവശ്യമാണെന്നും K മുരളീധരൻ പറഞ്ഞു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും മുരളീധരൻ. തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ UDFന്റെ വിജയത്തിന് ശേഷവും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട അതിനുശേഷവും ആദ്യമായാണ് K മുരളീധരൻ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടാൻ തൃശൂർ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ എത്തിയത്. മുരളി മന്ദിരത്തിൽ എത്തിയ അദ്ദേഹം പിതാവ് ആദ്യം K കരുണാകരന്റെയും മാതാവ് കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരങ്ങളിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചു. രാവിലെ ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരണമെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ക്യാബിനറ്റിൽ ആവശ്യമാണെന്നും K മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നല്ലൊരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനു ശേഷം ഇവിടെ വന്ന് മാതാപിതാക്കളെ അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ള ഉദ്ദേശവും കൂടിയാണ്. മറ്റൊന്നും സന്ദർശനത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് വന്നതിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. പിന്നെ മലയാള മാസം 1-ാം തീയതിയാണ് ഗുരുവായൂർ സന്ദർശനവും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെയും വന്നു. മന്ത്രിസ്ഥാനം ഹൈക്കമാൻഡും രമേശ് ചെന്നിത്തലയും ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. രമേശ് എക്കാലത്തും ഹൈക്കമാൻഡ് നിലപാടുകൾ അംഗീകരിച്ചിട്ടുള്ള അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലും അദ്ദേഹം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിന്റെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്നു. 42 ബെയറിംഗുകളിൽ 15 എണ്ണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. പാലത്തിനടിയിൽ പണികൾക്കായി സ്ഥാപിച്ചിരിക്കുന്ന തട്ടുപാലം അഴിച്ചു പണിയുന്ന പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട്. മുരിങ്ങൂർ ഭാഗത്തെ സ്പാനുകളിൽ സ്ഥാപിച്ച തട്ടുപാലം ഇവിടുത്തെ ബെയറിംഗ് മാറ്റിയതോടെ അഴിച്ചുമാറ്റി തൊട്ടടുത്ത സ്പാനുകളിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബെയറിങ്ങുകൾ മാറ്റും. തുടർന്ന് അടുത്ത സ്പാനിലേക്ക് തട്ടുപാടം ഘടിപ്പിച്ച് ബെയറിംഗ് മാറ്റുന്ന തരത്തിലാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പഴയ പാലത്തിന്റെ ഒരു ഭാഗത്തുകൂടി കാറുകൾ അടക്കമുള്ളവ കടത്തിവിട്ടാണ് ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നത്. എന്നാൽ പാലത്തിന് മുകളിലെ എക്സ്പാൻഷൻ ജോയിന്റ് പ്രവൃത്തികൾ ആരംഭിച്ചതോടെ പഴയ പാലത്തിന് മുകളിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു. ഇതേ തുടർന്ന് രാവിലെ മുതൽ പ്രവൃത്തികൾ അവസാനിച്ച 4 മണി വരെ വലിയ ഗതാഗത തടസ്സമാണ് ഇവിടെ അനുഭവപ്പെട്ടത്. പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പകുതി ഭാഗം തുറന്നു കൊടുക്കുന്നതോടെ ഗതാഗത കുരുക്കിന് ശമനമായി. മെയ് 9-നാണ് പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടത്. 28 വരെയാണ് പ്രവൃത്തികളുടെ കരാർ കാലാവധി. പ്രവൃത്തികൾ ആരംഭിച്ചതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സമാന്തര പാലത്തിലൂടെയാണ് കടത്തിവിടുന്നത്.
ഇത് പ്രദേശത്ത് കാര്യമായ ഗതാഗത തടസ്സമാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ പാലത്തിന്റെ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ വിട്ടു തുടങ്ങിയതോടെ കുരുക്കിന് ശമനമാവുകയും ചെയ്തു. പോലീസിന്റെ നേതൃത്വത്തിലാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത 66 മതിലകം മതിൽ മൂലയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മതിൽ മൂലയിൽ പ്രവർത്തിക്കുന്ന വെറൈറ്റി ഷോപ്പിംഗ് സെന്റർ, KMR കാർ വാഷ് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. 2 സ്ഥാപനങ്ങൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്. പൊന്നാനിയിൽ നിന്ന് കന്യാകുമാരിയിൽ പോയി തിരികെ വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെറൈറ്റി ഷോപ്പിന്റെ മുൻവശത്ത് വെച്ചിരുന്ന ഭരണി കലങ്ങൾ ഉൾപ്പെടെയുള്ള വിൽപ്പന സാധനങ്ങളും കടയുടെ ഷട്ടർ, കടയ്ക്കുള്ളിലെ ഗ്ലാസുകളും മറ്റു സാധനങ്ങളും തകർന്നു. കാർ വാഷിന്റെ ബോർഡുകളും ഷീറ്റും നശിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പൊയ്യ മടത്തുംപടിയിൽ പ്രവർത്തിച്ചു വരുന്ന നന്മ സൂപ്പർ മാർക്കറ്റിന്റെ സഹോദര സ്ഥാപനം ചോയ്സ് മാർട്ട് പ്രവർത്തനം ആരംഭിച്ചു. നിത്യോപയോഗ വസ്തുക്കളുടെ കമ്പനിയെ ശേഖരമൊരുക്കി ഉപഭോക്താക്കളുടെ മനം നിറയ്ക്കുന്ന ഓഫറുകളുമായി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ഫാദർ ലിൻഡോ തളിയനായത്ത് നിർവഹിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി സജീവ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കായിട്ട് പൂളേട്ടൻ തന്നെ പറഞ്ഞു, നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് നന്മ സൂപ്പർ മാർക്കറ്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിലപ്പുറം ഒരു ചോയ്സ് മാർട്ട് എന്ന നല്ലൊരു സ്ഥാപനം കൂടി തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനം ഏറ്റവും നല്ല നിലയിൽ തന്നെ നമ്മുടെ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഇവിടുത്തെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഈ സംഘത്തിലെ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്മ പ്രസിഡന്റ് PJ പോൾ ജേക്കബ് കപ്പേളക്കുന്നിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. നന്മ സെക്രട്ടറി KV ടൈറ്റസ്, കാഷ്യർ MI ബിന്ദു, മറ്റ് നന്മ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 15, 16, 17 തീയതികളിൽ 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 25 ലിറ്ററിന്റെ ബക്കറ്റ് ഫ്രീ ആയി നൽകുന്നു. 999 രൂപയ്ക്ക് ബാഗ്, കുട, 10 നോട്ട് ബുക്ക്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ എന്നിവ ലഭ്യമാക്കി മെഗാ കോംബോ ഓഫർ കൂടാതെ 10 നോട്ട് ബുക്കിനൊപ്പം 10 നോട്ട്ബുക്ക് സൗജന്യം, 10 ക്ലാസ്മേറ്റ് നോട്ട്ബുക്കിനൊപ്പം 3 ക്ലാസ്മേറ്റ് നോട്ട്ബുക്കുകൾ സൗജന്യം, 80 രൂപ മുതൽ റെയിൻ കോട്ടുകൾ. വെള്ളി, ശനി ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ശനിയാഴ്ച 6 മണിക്ക് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് 2000, 1500, 1000 രൂപയുടെ പർച്ചേസും ചോയ്സിൽ സൗജന്യമായി നൽകുന്നു. നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ഏറ്റവും പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയാം ഈ ഷോപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇവിടെ തുടങ്ങണതല്ല, നിങ്ങൾ മാളയിലോ വെള്ളണ്ടിക്കൽ തുടങ്ങാനാണ് നമ്മളോട് പറഞ്ഞത്. തീർച്ചയായിട്ടും നാടിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മളിത് തുടങ്ങുന്നതും സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവരെ എല്ലാവരെയും നല്ല
സഹകരണം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തുടർന്നും എല്ലാവരും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമയം എല്ലാവരും വ്യക്തമാക്കി സ്വാഗതം ചെയ്യുന്നു. ബിസിനസ് ഡെസ്ക് മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,516 പേർക്ക് ഫുൾ A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഫലം പ്രഖ്യാപിച്ചത്. 4,17,497 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 4,14,290 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 767 സർക്കാർ സ്കൂളുകളും 930 എയ്ഡഡ് സ്കൂളുകളും 408 അൺഎയ്ഡഡ് സ്കൂളുകളും ഉൾപ്പെടെ 2,105 സ്കൂളുകൾ 100% വിജയം നേടി. SSLC പരീക്ഷാഫലം വന്നതിന് പിന്നാലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കി. കുണ്ടൂർ ചേനപ്പാറക്കുന്നിന്മേൽ വിനീഷിന്റെ മകൾ 16 വയസ്സുള്ള വിസ്മയാണ് മരിച്ചത്. പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്തതിനുള്ള മനോവിഷമമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് നിഗമനം. വിസ്മയുടെ മാതാപിതാക്കൾ വിദേശത്താണ്. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ വിസ്മയ സ്കൂൾ ലീഡറായിരുന്നു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ മെയ് 15 മുതൽ സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്ന വാഗ്ദാനം നടത്തിയ UDF വാക്കുപാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ കയറി പ്രതീകാത്മക പ്രതിഷേധവും നടത്തി. സംസ്ഥാന സെക്രട്ടറി തുഷാര ഷിബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷയായി. സിന്ധു സതീഷ്, സജിനി സന്തോഷ് എന്നിവർ സംസാരിച്ചു. നസീറ അനീഷ്, സിന്ധു സോമൻ, ആർച്ച അനീഷ്, കാർത്തിക സഞ്ജയ് ബാബു, രശ്മി അനിൽ, ശിവകന്യ രവി, രജനി രാജേഷ്, രമ്യ നിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയപാതയുടെ കാളമുറി സെന്റർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് നിയുക്ത MLA KK വത്സരാജ് നിർമ്മാണ കമ്പനി അധികൃതരോട് ആവശ്യപ്പെട്ടു. കാളമുറിയിലെ ഗതാഗത ക്രമീകരണം മൂലം യാത്ര ബുദ്ധിമുട്ടിലായെന്നും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ വത്സരാജ് NH നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചാണ് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടത്. 2 ആഴ്ചയ്ക്കകം പണികൾ പൂർത്തിയാക്കുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായും KK വത്സരാജ് പറഞ്ഞു. CPI നേതാവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ VK രാജന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ VK രാജൻ സ്മാരക അവാർഡ് CPIയുടെ മുതിർന്ന നേതാവ് ബേബി ജോണിന് നൽകാൻ തീരുമാനിച്ചതായി VK രാജൻ സ്മാരക സമിതി ചെയർമാൻ CN ജയദേവനും കൺവീനർ KG ശിവാനന്ദനും അറിയിച്ചു. CPIയുടെ തൃശൂർ ജില്ലയിലെ പ്രമുഖ നേതാവായ ബേബി ജോൺ പാർട്ടിയുടെ ചാവക്കാട് ഏരിയ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തുടങ്ങിയ ചുമതലകളിൽ പ്രവർത്തിച്ചു. അധ്യാപക ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ പ്രവർത്തകനായി. വാഗ്മിയും മാർക്സിയൻ ശാസ്ത്രത്തിൽ പണ്ഡിതനുമാണ്. അവാർഡ് സമർപ്പണം മെയ് 29-ന് VK രാജൻ ചരമദിനത്തിൽ കൊടുങ്ങല്ലൂരിൽ വെച്ച് നിർവഹിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡിനൊപ്പം നൽകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രിമാർ ആരൊക്കെയെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. അതിരാവിലെ ഗുരുവായൂരിൽ നിർമ്മാല്യം തൊഴുതു മടങ്ങുകയായിരുന്നു രമേശ് ചെന്നിത്തല. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിന്റെ ബെയറിംഗ് മാറ്റുന്ന പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്നു. 45 ബെയറിങ്ങുകളിൽ 15 എണ്ണത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,516 പേർക്ക് ഫുൾ A+. 2,105 സ്കൂളുകൾക്ക് 100% വിജയം നേടി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.